രാജേഷ് തിരുവനന്തപുരം മേയറായിട്ട് ചാർജ് ഏറ്റെടുത്ത സമയത്ത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ഒരു വാർ തുടങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സിറ്റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയല്ല ഓടേണ്ടത്, അർഹതപ്പെട്ടത് ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്ക് ലഭിക്കണം. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നാണ് വി രാജേഷ് പറഞ്ഞത്. ഉടനെ ഗതാഗത മന്ത്രി ഇറങ്ങി അതൊന്നും നടക്കുന്ന കാര്യമല്ല, അങ്ങനെ വി രാജേഷ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ അങ്ങ് തന്നേക്കാം, കേന്ദ്രം തന്ന വണ്ടിയല്ലേ, പക്ഷേ KSRTCയുടെ സ്റ്റാൻഡ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഓടിച്ചോ നോക്കിയാണ്. അപ്പൊ അതിന്റെ അവസാനം എന്തായിരുന്നു കുറെ നാളുകളായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അതിന് അവസാനമായിട്ടുണ്ട്. ആരാണ് ഈ വാറിൽ ജയിച്ചത്? അത് നമ്മുടെ വി രാജേഷ് തന്നെയാണ്. ഇന്ന് ആദ്യമായി കേന്ദ്രം അനുവദിച്ച ഗ്രാമീണ മേഖലകളിൽ ഓടാനുള്ള ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്ത് നിന്നും ഓടിത്തുടങ്ങി. കുലശേഖരപുരത്ത് നിന്ന് രാവിലെ 7:30 സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. വണ്ടിയില്ലാത്ത ഒരുപാട് പേര് ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകളാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണക്കാക്കിയാണ് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഇതുപോലൊരു ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഈ ബസ് തന്നത്. നമുക്കറിയാം, കേന്ദ്രം നൽകുന്ന പല പദ്ധതികളും രാഷ്ട്രീയക്കളി കുറെ കമ്മികൾ കളിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്താറില്ല. ഇതും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഗ്രാമീണ നിവാസികളുടെ കയ്യിൽ നിന്നും തട്ടിപ്പോയൊരു പദ്ധതിയാണ്. എന്നാൽ BJP തന്നെ അധികാരത്തിൽ വന്നതോടുകൂടി കേന്ദ്രം നൽകിയ ആ പദ്ധതി അതേ മികവോടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. കേരളം മുഴുവനായി ഇതുപോലെ ഒരുപാട് പദ്ധതികൾ കമ്മ്യൂണിസ്റ്റുകാർ നടപ്പിലാക്കാൻ മടിച്ചതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ നിന്ന് ഇറക്കാതെ വേറെ മാർഗം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം.